എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റും കൊണ്ട് ഒരു സ്വിസ് റോളാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണിത്. വീട്ടിലെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഈ തേങ്ങയുടെ ഈർപ്പം പോകുന്നിടം വരെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറ് മാറാൻ പാടില്ല. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇരിക്കണം കാണാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാൻ അതില്ലാത്തവർക്കാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഈർപ്പമൊക്കെ പോയിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും കേട്ടോ. പിന്നെ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് മാംഗോയുടെ ക്രീം ബിസ്ക്കറ്റാണ്. ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മാരി ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. അത് ഒരെട്ടെണ്ണം എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക, നമ്മൾ നേരത്തെ തയ്യാറാക്കിയത്. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മധുരം മതിയെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെന്നില്ല. നമ്മൾ ക്രീം ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതിയേ. പിന്നെ ഞാനിത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒട്ടുന്ന രീതിയിൽ വരും. നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനോ റോളാക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ന്യൂട്ടെല്ല ഒരു 3 സ്പൂണാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കളറിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ന്യൂട്ടെല്ല മാത്രം ഉപയോഗിച്ച് വേണമെങ്കിലും അതൊന്ന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ അവൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്വീറ്റ് തയ്യാറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണേ. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബട്ടർ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ അതുപോലെ തന്നെ ഈ റോളറിലും അത് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടുള്ളൊരു കട്ടിയുള്ള രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും ചെറിയൊരു കനത്തിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ന്യൂട്ടെല്ല തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനനുസരിച്ച് വേണമെങ്കിൽ ഫില്ലിങ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജാമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ജാം വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള ഫില്ലിങ് അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ ഈ സ്വിസ് റോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എല്ലാതും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് പിടിച്ചിട്ട് വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ബിസ്ക്കറ്റ് പരത്തിയത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രീസറിൽ വെക്കുകയാണ്. ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് വരാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം.
ഇത് പുറത്തിരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ അലുക്കുന്ന പോലെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലുക്കാതെ അങ്ങനെ ഇരിക്കണമെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഷേപ്പിൽ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ സൈഡത്തെ ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ ഇതൊന്ന് മുറിക്കാം. കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് കൊണ്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലേവറിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.